നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്ന വീഡിയോ സീരീസിലെ 48ാമത്തെ വീഡിയോ ആണിത്. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ 2 സ്വിംഗ് പിക്സ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ചാനലിൽ 43ാമതായിട്ട് സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം സ്വിംഗ് ട്രേഡിങ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സ്റ്റോക്ക് ആക്സിസ് കേഡ്സ് എന്ന് പറഞ്ഞ സ്റ്റോക്സ് ആണ്. അപ്പം ഇവിടെ നമ്മൾ എൻട്രി എടുക്കുന്നത് ബ്രേക്ക് ഔട്ട് റീടെസ്റ്റ് എൻട്രിയാണ് നമ്മൾ ഇവിടെ എടുക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇപ്പം കറൻ്റ്ലി ഇതിൻ്റെ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് 112 രൂപ 50 പൈസയിലാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ വർഷത്തെ ചാർട്ട് നമ്മൾ നോക്കുമ്പം ഈ ഒരു റേഞ്ചിൽ നിന്ന് റെസിസ്റ്റൻസ് എടുത്ത് തിരിച്ചു പോന്നിട്ടുണ്ട്. അപ്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ക്യാൻഡിൽ അത് നമ്മുടെ ഈ ലെവലിനെ ഈ 106 റേഞ്ചിനെ ബ്രേക്ക് ചെയ്തു. അതുമല്ല നമുക്കിവിടെ കാണാൻ സാധിക്കും നല്ലൊരു വോളിയം ഇവിടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ ഒരു നല്ല എൻട്രി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇവിടെ നിന്ന് ചെറിയൊരു കറക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ 106, 107 റീജിയനിൽ നമ്മളൊരു നല്ല എൻട്രി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ചിലപ്പോൾ നമുക്ക് 106, 107 റീജിയനിലേക്ക് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു എൻട്രി എടുക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ഇതിൻ്റെ തീർച്ചയായിട്ടും ഒരു സ്റ്റോപ്പ് ലോസും ടാർഗറ്റും സെറ്റ് ചെയ്യുക. എൻട്രി എടുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമുക്ക് ഈ 92 റീജിയൻ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏകദേശം 14 രൂപയുടെ ഒരു സ്റ്റോപ്പ് ലോസ് ആണ്. അതുപോലെ തന്നെ 106ൽ നിന്ന് നമുക്ക് ഒരു 126 രൂപയുടെ നമുക്കൊരു ടാർഗറ്റും സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഏകദേശം 14 രൂപയുടെ ഒരു റിസ്ക്, അതുപോലെ തന്നെ നമുക്കൊരു 20 രൂപയുടെ ഒരു റിവാർഡ്. ഇത് നല്ലൊരു എൻട്രി ആയിരിക്കും നമുക്ക് ഈ റേഞ്ചിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ വെയിറ്റ് ചെയ്യുക, ചിലപ്പോൾ ഈ നാളെയോ നാളത്തേനോ ഈ റേഞ്ചിലേക്ക് നമുക്ക് കിട്ടിയേക്കാം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ നമ്മുടെ സ്റ്റോക്കാണ് ഗൾഫ് പെട്രോളിയം. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് ഈ ഒരു 1 ഡേ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നമ്മുടെ ഈ അപ്പ് ട്രെൻഡ് സപ്പോർട്ടിനെ ഇതുണ്ടോ ഇങ്ങനെ ബൗൺസ് ചെയ്ത് ഇത് 3ാമത്തെ തവണയാണ് നമുക്കിവിടെ ബൗൺസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ഒരു സപ്പോർട്ട് റീജിയനിലാണ് നമ്മൾ എൻട്രി എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കറൻ്റ്ലി പ്രോപ്പർ സപ്പോർട്ട് റീജിയനിലാണ് ഇപ്പം ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു 42, 43 ഈ റേഞ്ചിൽ തന്നെ നമുക്ക് എൻട്രി എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ റേഞ്ചിൽ തന്നെ 42, 43 റീജിയനിൽ. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുക, 34 റീജിയനിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അപ്പം 8 രൂപയുടെ ഒരു സ്റ്റോപ്പ് ലോസ് ആണ് നമ്മളിവിടെ ഇടുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ടാർഗറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു 56 റീജിയൻ വരെയാണ്. ഇതിൻ്റെ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മുകളിലാണ്. അപ്പം എങ്കിലും നമ്മൾ ഒരു 56 റീജിയൻ വരെയാണ് നമ്മൾ ഇവിടെ നിന്നൊരു ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നിന്നൊരു ബോണസ് സ്പൈക്ക് ഉണ്ടായേക്കാം എന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുകയാണ്. അപ്പം ഇവിടെ ഒരു നമ്മുടെ ഇപ്പോൾ ഇവിടെ 43, 42, 43 ഏകദേശം 8 രൂപയുടെ ഒരു റിസ്ക്കും ഏകദേശം 14 രൂപയുടെ ഒരു റിവാർഡും. അപ്പം ഇതും നല്ലൊരു റിസ്ക് റിവാർഡ് റേഷ്യോ ആണ്. ഏകദേശം 1:2 അടുത്ത് റിസ്ക് റിവാർഡ് റേഷ്യോ 2 സ്റ്റോക്കുകളിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ട്രേഡ് ചെയ്യുക. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന്. പിന്നെ കുറച്ച് ക്യാപിറ്റലൊക്കെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പം മാർക്കറ്റിൽ കറക്ഷൻ ഉണ്ടാകുമ്പോൾ കൂടുതലായിട്ടും നല്ല സ്റ്റോക്ക് പിക്ക് ചെയ്ത് ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഇങ്ങനെയുള്ള വീഡിയോസ് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.